നിങ്ങളുടെ വീട്ടിലെ വൈഫൈ കണക്ഷന് സ്പീഡ് കുറവാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുപോലെ ഒരു മുറിയിൽ നിന്നും വേറൊരു മുറിയിലേക്ക് പോകുമ്പോൾ വൈഫൈയുടെ റേഞ്ച് ഭയങ്കരമായിട്ട് കുറഞ്ഞ് വൈഫൈ കണക്ഷൻ കട്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. മുമ്പ് എനിക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു വൈഫൈ കണക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ റേഞ്ച് കൂട്ടാനും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കിട്ടാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരിക്കും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ മുഴുവൻ കാണുക. ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ വൈഫൈ റൗട്ടറിൻ്റെ ആൻറ്റിനയാണ് റൗട്ടറിൽ വരുന്ന ഇൻ്റർനെറ്റ് ഡേറ്റ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്കിയിട്ട് നമ്മുടെ ഫോണിലോട്ടും ലാപ്ടോപ്പിലോട്ടൊക്കെ അയച്ചു തരുന്നത്. റൗട്ടറിൽ മാത്രമല്ല കേട്ടോ ആൻറ്റിന ഉള്ളത്, നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡിവൈസിലും ഒരു ആൻറ്റിന കാണും. നിങ്ങളുടെ വീട്ടിലെ വൈഫൈ റൗട്ടറിൻ്റെ ആൻറ്റിന കറക്റ്റായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല റേഞ്ചുള്ള നല്ല സ്പീഡുള്ള ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ സാധാരണ വീട്ടിലെ വൈഫൈ റൗട്ടർ എന്ന് പറയുന്ന ഒറ്റ ആൻറ്റിനുള്ള വൈഫൈ റൗട്ടർ ആണല്ലേ. ഈ റൗട്ടർ ആൻറ്റിനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൗട്ടർ ആൻറ്റിന വൈഫൈ സിഗ്നൽ എമിറ്റ് ചെയ്യുന്നത് ഒരൊറ്റ പ്ലെയിനിലായിരിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു വൈഫൈ ആൻറ്റിന നമ്മൾ വെർട്ടിക്കലായിട്ട് വയ്ക്കുകയാണെങ്കിൽ വൈഫൈ സിഗ്നൽ എമിറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ടുള്ള പ്ലെയിനിലായിരിക്കും. ഈ ഒരു കേസിൽ ഈ ഒരു ആൻറ്റിനയുടെ മുകളിലോട്ടും താഴോട്ടും എമിറ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഇനി ഈ ഒരു ആൻറ്റിന നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിന് മുകളിലോട്ടും താഴോട്ടുമായിരിക്കും കൂടുതൽ വൈഫൈ സിഗ്നൽ എമിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട് ഒരു ഒറ്റ നില വീടാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഫ്ലോറിൽ മാത്രമല്ലേ വൈഫൈയുടെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിന വെർട്ടിക്കലായിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2 നിലയുള്ള വീടുകളിൽ ഏറ്റവും ബെസ്റ്റ് അറ്റ്ലീസ്റ്റ് 2 ആൻറ്റിനെങ്കിലും ഉള്ള വൈഫൈ റൗട്ടർ വാങ്ങുന്നതാണ്. കാരണം ഒറ്റ ആൻറ്റിനുള്ള വൈഫൈ റൗട്ടർ വാങ്ങുകയാണെങ്കിൽ ഒരേ സമയം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കവർ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ 2 ആൻറ്റിനുള്ള റൗട്ടറിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം ഹൊറിസോണ്ടലായിട്ടും ഒരെണ്ണം വെർട്ടിക്കലായിട്ടും വെക്കണം. കാരണം ഹൊറിസോണ്ടലായിട്ടുള്ള ആൻറ്റിന മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും, അതുപോലെ വെർട്ടിക്കലായിട്ടുള്ള ആൻറ്റിന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കവർ ചെയ്യും. നമ്മൾ വൈഫൈ റൗട്ടർ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് വൈഫൈ സെക്യൂരിറ്റി പ്രോട്ടോകോൾ സെറ്റ് ചെയ്യുമല്ലേ. അത് നമ്മുടെ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ഹാക്കേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈഫൈ സെക്യൂരിറ്റി പ്രോട്ടോകോൾ പല ടൈപ്പ് ഉണ്ട്. WEP ഉണ്ട്, WPA ഉണ്ട്, WPA2 ഉണ്ട്, WPA3 ഉണ്ട്. WPA3 ഇപ്പോൾ എല്ലാ റൗട്ടറിലും ഇല്ല, പുതിയതായിട്ടുള്ള റൗട്ടറിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. WPA3 കഴിഞ്ഞാൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള അതുപോലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്ക് തരുന്നത് WPA2 AES പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് WPA3 ഇല്ലെങ്കിൽ എപ്പോഴും WPA2 AES സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ വൈഫൈ റൗട്ടർ കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്തു, നമ്മുടെ വൈഫൈ റൗട്ടറിൻ്റെ ആൻറ്റിന കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്തു. ഇനി ഈ ഒരു വൈഫൈ റൗട്ടർ നമ്മുടെ വീടിൻ്റെ എവിടെ വച്ചാൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുമെന്ന് നോക്കാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഒരിക്കലും ഒരു വൈഫൈ റൗട്ടർ നമ്മുടെ വീടിൻ്റെ ഒരു മൂലയിലുള്ള ഒരു റൂമിൽ കൊണ്ടുവയ്ക്കരുത്. കഴിയുന്നതും നമ്മുടെ വീട്ടിൻ്റെ ഹാളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്റർ പോയിന്റിൽ വേണം വൈഫൈ റൗട്ടർ വയ്ക്കാൻ. ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈ റൗട്ടർ എപ്പോഴും എല്ലാ റൂമിൻ്റെയും ലൈൻ ഓഫ് സൈറ്റിലായിരിക്കും. അതുകൊണ്ട് ഈ വൈഫൈ റൗട്ടർ എമിറ്റ് ചെയ്യുന്ന വൈഫൈ സിഗ്നൽസ് എല്ലാ റൂമിലും ഈക്വലായിട്ട് കവർ ചെയ്യും. ഒരു ആവറേജ് വീട് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സെൻറ്റർ പോയിന്റിൽ വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ റൂമിലും വൈഫൈ റേഞ്ച് കിട്ടും. ഒറ്റ നിലയുള്ള വീടിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 നിലയുള്ള വീടാണെങ്കിൽ എന്ത് ചെയ്യും? ഈ കോൺക്രീറ്റും മെറ്റലും എല്ലാം വൈഫൈ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യും. അത് നമുക്കൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ സെൻറ്റർ പോയിന്റിലായിട്ട് മുകളിലത്തെ നിലയും താഴത്തെ നിലയും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റെയർ കേസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടെങ്കിൽ അത് കണക്കാക്കി നമ്മുടെ വൈഫൈ റൗട്ടർ വയ്ക്കുക. ഇനി അതില്ല എങ്കിൽ താഴത്തെ നിലയുടെ സീലിങ്ങിനടുത്തായിട്ട് അല്ലെങ്കിൽ മുകളിലത്തെ നിലയുടെ ഫ്ലോറിനടുത്തായിട്ട് വൈഫൈ സിഗ്നലിന് ഡിസിപ്പേഷൻ ഇല്ലാതെ മുകളിലോട്ടും താഴോട്ടും വരാൻ കണക്കാക്കി ഒരു സ്ഥലം നോക്കി വയ്ക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ വൈഫൈ റൗട്ടറിന് ചുറ്റിയിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസസ്, ഒരു TV ആണെങ്കിലും ഓവൻ ആണെങ്കിലും ബേബി മോണിറ്റർ ആണെങ്കിലും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഒരുപാട് വയർലെസ് ഡിവൈസസ് നമ്മുടെ വൈഫൈ യൂസ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് 2 ഫ്രീക്വൻസിയിലുള്ള 2 ഡിവൈസുകൾ അടുത്തടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ റേഡിയേഷൻസ് തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യും. അങ്ങനെ നമ്മുടെ വൈഫൈയുടെ സ്പീഡും റേഞ്ചും ഒരുപാട് കുറയും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വൈഫൈ റൗട്ടർ വയ്ക്കുമ്പോൾ വേറെ റേഡിയേഷനൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി വയ്ക്കുക.
ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് മെഷീനിൽ ഒരു USB WiFi അഡാപ്റ്റർ യൂസ് ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിൽ വരുന്ന ഇൻറ്റേർണൽ ആൻറ്റിനേക്കാളും ഒരുപാട് പവർ കൂടുതലാണ് ഈ USB WiFi അഡാപ്റ്ററിൽ വരുന്ന എക്സ്റ്റേണൽ ആൻറ്റിന. അതുകൊണ്ട് ദൂരെയുള്ള വൈഫൈ നെറ്റ്വർക്കുകളുടെ സിഗ്നൽസ് പോലും വളരെ എളുപ്പമായിട്ട് ഈ WiFi അഡാപ്റ്ററിന് പിടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വൈഫൈ കണക്ടിവിറ്റി ഇല്ലാത്ത നമ്മുടെ ഡെസ്ക്ടോപ്പ് മെഷീനിൽ പോലും ഇത് കണക്ട് ചെയ്താൽ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റൗട്ടറിൻ്റെ സ്റ്റോക്ക് ആൻറ്റിന മാറ്റുക. ഒരു ആവറേജ് വീട് കവർ ചെയ്യാൻ നമ്മുടെ സ്റ്റോക്ക് ആൻറ്റിന വെച്ചിട്ടുള്ള റൗട്ടർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്താൽ മാത്രം മതി. പക്ഷേ നിങ്ങളുടെ വലിയ വീടാണെങ്കിൽ, മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ദൂരം കവർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വൈഫൈ റൗട്ടറിൻ്റെ ആൻറ്റിന ഡിറ്റാച്ചബിൾ ആൻറ്റിന ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് ആൻറ്റിന മാറ്റിയിട്ട് ഹൈ പവർ ആൻറ്റിന വെച്ചാൽ മാത്രം മതി. റേഞ്ച് നല്ലപോലെ കൂടും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വൈഫൈ റിപ്പീറ്റർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പോയിന്റിൽ വൈഫൈ സിഗ്നൽ കുറയുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ഒരു വൈഫൈ റിപ്പീറ്റർ വാങ്ങിച്ചു വയ്ക്കുക. ഈ വൈഫൈ റിപ്പീറ്റർ അവിടെയുള്ള വൈഫൈ നെറ്റ്വർക്കിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു പുതിയ വൈഫൈ നെറ്റ്വർക്ക് ഉണ്ടാക്കും. നമ്മുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം ഈ ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് വൈഫൈ യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് വൈഫൈ റിപ്പീറ്ററിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിതെല്ലാം ചെയ്തു നോക്കി, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റേഞ്ചും സ്പീഡും കിട്ടുന്നില്ല എന്ന് വെച്ചോളൂ. ചിലപ്പോൾ നിങ്ങളുടെ വൈഫൈ റൗട്ടറിൻ്റെ ഇഷ്യൂ ആവാം. നിങ്ങളുടെ വൈഫൈ റൗട്ടർ മാറ്റാൻ സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് വാങ്ങുന്ന വൈഫൈ റൗട്ടർ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്യുവൽ ബാൻഡ് വൈഫൈ റൗട്ടർ വാങ്ങുക. ഡ്യുവൽ ബാൻഡ് വൈഫൈ റൗട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 2 ഫ്രീക്വൻസിയിലാണ് വൈഫൈ റേഡിയേറ്റ് ചെയ്യുന്നത്. 2.4 GHz അതുപോലെ 5 GHz ഫ്രീക്വൻസിയിൽ. ഇപ്പോൾ ഉറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസുകളും, ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും എന്താണെങ്കിലും 5 GHz വൈഫൈ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കും. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.